നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ KCDC ധൃതിപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. 50 ലക്ഷം പൊടിച്ച് ഇങ്ങനെ ഒരു ഹർജി സമർപ്പിച്ചതിന് പിന്നാലെ കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വീണ വിജയന് കൂടുതൽ കുരുക്കുകൾ മുറുകുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. SFIO ശക്തമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വീണ വിജയൻ്റെ മൊഴി SFIO എടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ചെന്നൈയിൽ അവർ എത്തിയതായിട്ടുള്ള വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. കേസ് ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനായിട്ടുള്ള ഹർജി KCDC ഹൈക്കോടതിയിൽ നൽകിയത് പരിഗണിക്കുകയുണ്ടായി. മാസപ്പടി കേസിലെ കേന്ദ്ര അന്വേഷണത്തെ എന്തുകൊണ്ട് എതിർക്കുന്നു? എന്താണ് അതിന് കാരണം? കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ KCDCയോട് ഹൈക്കോടതി ചോദിച്ചത് ഇങ്ങനെയാണ്: അങ്ങനെ ഭയക്കണമെങ്കിൽ ഭയപ്പെടേണ്ടതായി എന്താണുള്ളത്? മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ മടിയിൽ കനമുണ്ടെങ്കിൽ മാത്രം ഭയപ്പെട്ടാൽ പോരെ എന്നാണ് കോടതിയും ഇന്ന് ചോദിച്ചിരിക്കുന്നത്. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലേ KCDC? അപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം വന്നാൽ, പ്രത്യേകിച്ചും സർക്കാർ ഏജൻസി ഒരു അന്വേഷണം നടത്തിയാൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടിയിരുന്നത്. അല്ലാതെ പരാതിയുമായി ഹൈക്കോടതിയിലെത്തുകയല്ല ചെയ്യേണ്ടതെന്നാണ് കോടതിയും ചൂണ്ടിക്കാട്ടിയത്. മാസപ്പടി കേസിലെ SFIO അന്വേഷണത്തിനെതിരെയായിരുന്നു KCDC ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരിഗണിക്കുമ്പോഴായിരുന്നു ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL നിന്നും 1,72 ലക്ഷം രൂപ പണമായി നൽകിയത് അറിഞ്ഞില്ല എന്നാണ് KCDC പറഞ്ഞിരിക്കുന്നത്. ഈ നിലപാടിനെയാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് പറയുന്ന KCDC ധൃതി പിടിച്ചൊരു പരാതിയുമായി, ഹർജിയുമായി കോടതിയിലെത്തിയതിൻ്റെ യുക്തി തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടത്. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് KCDC. അതുപയോഗിച്ചാണ് 13%-ലധികം ഷെയർ CMRL നിന്നും വാങ്ങിക്കൂട്ടിയത്. 13% ഷെയറുള്ള CMRL നടക്കുന്ന കാര്യങ്ങൾ KCDCക്ക് അറിവില്ല എന്ന് പറയുമ്പോൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് എന്തുതരം പ്രവർത്തനം നടത്തുന്നു എന്നതെങ്കിലും പ്രാഥമികമായി അന്വേഷിക്കേണ്ടതാണ്. അതിനുള്ള ബാധ്യത KCDCക്കില്ലേ, പ്രത്യേകിച്ചും സർക്കാർ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാകുമ്പോൾ. കരിമണൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ KCDCയുടെ ഒരു നോമിനിയുണ്ട്. എന്നിട്ടും ഒന്നും തന്നെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് കോടതി ആരാഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം വിശ്വസനീയമാണ്? ഇങ്ങനെ പറഞ്ഞാൽ കോടതി വിശ്വസിക്കണമോ എന്നതാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം. നിങ്ങളുടെ നോമിനിക്ക് കമ്പനിയിൽ നടന്നത് എന്താണെന്ന് അറിയില്ലെന്നാണോ പറയുന്നത്? ഈ പറയുന്നത് ഒട്ടും തന്നെ ലോജിക്കൽ അല്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കോടതിയെ തന്നെ വിഡ്ഢിയാക്കാൻ നോക്കുകയാണോ KCDC എന്നാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ ആർക്കും മനസ്സിൽ തോന്നിപ്പോകുന്നത്. തങ്ങൾക്കെതിരായ അന്വേഷണം തൽക്കാലത്തേക്ക് മരവിപ്പിക്കണമെന്ന് KCDC ആവശ്യപ്പെട്ടതിൻ്റെ യുക്തി എന്താണ്? ഇങ്ങനെ ഒരു ആവശ്യം മാത്രമാണ് KCDC മുന്നോട്ട് വയ്ക്കുന്നത്. KCDCയിൽ ഒരു അന്വേഷണം SFIO നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? പുറം ലോകം അറിയാത്ത എന്തെങ്കിലും നീക്കങ്ങൾ KCDC നടത്തിയിട്ടുണ്ടോ? SFIO അന്വേഷണത്തിൽ തങ്ങൾക്കെതിരെ എന്തെങ്കിലും ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അന്വേഷിക്കാവൂ എന്നാണ് കോടതിയിൽ അവർ നിലപാടെടുത്തത്. പക്ഷേ അന്വേഷണം തടയണമെന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ ആവശ്യം, അവരുടെ സ്ഥാപനമായ എക്സാലോജിക്കിൻ്റെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയ കാര്യമാണ് ഹർജിയിൽ കക്ഷി ചേരാനായി എത്തിയ ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടിയത്. കർണാടക ഹൈക്കോടതിയും സമാനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ധൈര്യമായി അന്വേഷിക്കാമെന്നും അന്വേഷണത്തിൽ പൂർണ്ണമായി സഹകരിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഷോൺ ജോർജ് നേരത്തെ തന്നെ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ ഉദ്ദേശ ലക്ഷ്യവും ഇതുതന്നെയാണ്. ഈ വിവരമൊന്ന് ചൂണ്ടിക്കാട്ടി കൃത്യമായ കുരുക്കുകൾ മുറുകാൻ തന്നെയാണ് ഷോൺ ജോർജും തയ്യാറെടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഇടുത്തി പോലെ മുഖ്യമന്ത്രിയുടെ മേൽ കോൺഗ്രസ് നേതാവും MLAയുമായ മാത്യു കുഴൽനാടൻ കൂടി ആഞ്ഞടിച്ചിരിക്കുന്നത്. CMRLന് വേണ്ടി ഭൂപരിധി നിയമത്തിൽ ഇളവ് നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടു, 100 കോടി രൂപ വാങ്ങിയെന്നുള്ള ആരോപണം ഉന്നയിച്ചാണ് മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നത്. കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണമെന്നായിരുന്നു CMRL മുന്നോട്ട് വെച്ച ആവശ്യം. 2021 ജൂലൈ 5-ന് മുഖ്യമന്ത്രിക്ക് അതിനുള്ള അപേക്ഷയും CMRL കൊടുത്തു. ജില്ലാ സമിതിക്ക് മുന്നിൽ കമ്പനിക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമൊരുക്കിയത് മറ്റാരുമല്ല, അത് മുഖ്യമന്ത്രിയാണ്. 3 തവണ തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇങ്ങനൊരു അവസരമുണ്ടാക്കിയത്. മാസപ്പടിയിലെ യഥാർത്ഥ പ്രതി അതുകൊണ്ട് വീണ വിജയനല്ല, മറിച്ച് പിണറായി വിജയനാണെന്നുള്ള ആരോപണമാണ് മാത്യു കുഴൽനാടൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. CMRLനെ സഹായിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു, അതിൻ്റെ തെളിവ് പുറത്തുവിട്ടിട്ട് പോലും സർക്കാരിന് മറുപടിയില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.